Christ, He's always there for you and me. Jesus shows us the truth and the way. He takes away. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് ആരുടെ മേൽ ഉദിച്ച്? നമ്മൾ ഉദിച്ചിട്ടുണ്ട്. യഹോവയുടെ തേജസ് ഉദിച്ച ദൈവമക്കളെ, ഭാരം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രതികൂലങ്ങളായി പലതും നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞാൻ അതിൽപ്പെട്ട ആളല്ല. അതിൽപ്പെട്ട ആളല്ല. യഹോവയുടെ തേജസ് എന്നിൽ ഉദിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്. ഞാൻ ഇരുളിലല്ല നടക്കുന്നത്. നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങൾ പലതുണ്ട്. നമ്മുടെ വാക്ക് ദൈവത്തിന്റെ വചനം വെച്ചാണ് വെട്ടേണ്ടത്. വചനം വെച്ച് നമ്മൾ വിട്ടുന്നില്ല എങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയാം. വചനം പറയുന്നുണ്ട്, ഇരുളിലല്ല ഞാൻ നടക്കുന്നത്, ദൈവത്തിന്റെ പ്രകാശത്തിലാണ് ഞാൻ നടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ 60 സംഘം ഒന്നുകൂടെ വായിച്ചാട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അപ്പൊ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യണ്ടേ? പ്രകാശിക്കണം. നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രകാശിക്കണം. അതിന് ദൈവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. മുന്നോട്ട് വായിച്ചാട്ടെ. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും. യഹോവയുടെ തേജസ് എന്റെ മേൽ ഉദിച്ചു. യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് രോഗത്തിന് കീഴ്പ്പെടാൻ പറ്റുമോ? അതിന് യേശു പകലിന് 12 നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു 3 മണിക്കൂർ ദൈവവചനം ഇതിൽ നിന്നോട് പ്രസംഗിച്ചാലും തീരുകയില്ല. ഹല്ലേലൂയ. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായിക്കൊണ്ട് ഇടറി വീഴുന്നു. ആരാണ് വെളിച്ചം? എന്താണ് വെളിച്ചത്തിന്റെ നന്മ? എന്താണ്? ആരാണ് വെളിച്ചം? ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് വന്നവർക്കറിയാം, ഇന്നലെ വൈകിട്ടത്തെ മീറ്റിംഗ് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞതാണ് കർത്താവിന്റെ ദാസൻ സംസാരിച്ചത്. ഇനി കുറെ കൂടെ സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷയുമാണ്. വെളിച്ചം എന്തായി? രക്ഷയായി മാറി. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആരെ ഭയപ്പെടും? ഈ വെളിച്ചം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ഉണ്ടാവുകയുള്ളൂ? ധൈര്യം ഉണ്ടാകുകയുള്ളൂ. ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യം കിട്ടത്തില്ല കേട്ടോ. എപ്പോഴും ഞാൻ പറയും ഐ ക്യാൻ ഡു. എപ്പോഴും നമ്മൾ ഐ ക്യാൻ ഡു. കാണുന്നില്ല. ഐ ക്യാൻ. എനിക്ക് കഴിയും. എന്തുകൊണ്ടെന്നാൽ എന്നെ നയിക്കുന്നതിന്റെ യേശുവാണ്. ഇവിടെ പറയുകയാണ്, യഹോവയുടെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? നമ്മളിൽ ഒരു ജീവനുണ്ട്. ആ ജീവൻ ക്രിസ്തു നമുക്ക് തന്ന ജീവനാണ്. നമ്മൾ ജീവനില്ലാതെ രോഗപ്രകാരം ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവം നമുക്ക് വെളിച്ചമായി വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇരുള് മാറിപ്പോയി. ഇവിടെ പറയുകയാണ്, രാത്രിയിൽ നടക്കുന്നവനോ
അവൻ വെളിച്ചമില്ലായകയാൽ ഇടറി വീഴും. സഞ്ജയ രാത്രിയിൽ നടന്ന വ്യക്തിയായിരുന്നു, അല്ലേ? ഇരുട്ടിൽ നടന്ന വ്യക്തിയായിരുന്നു. ഞാൻ 34 വർഷം ഇരുളിൽ നടന്ന വ്യക്തിയായിരുന്നു. ശൈലി യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച, ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെട്ടപ്പോൾ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ഇരുളും മാറി ദൈവം നമ്മിൽ പ്രകാശിച്ചു. ദൈവം നമ്മിൽ പ്രകാശിക്കുമ്പോൾ നമുക്ക് പറയുവാൻ ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം എന്നെ നടത്തും. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം എനിക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? പ്രവർത്തിക്കും. അയ്യോ, ദൈവം പ്രവർത്തിക്കുമോ? ഇങ്ങനെ ചില ചോദ്യങ്ങളുമായി